ഹായ്, ക്ലാസ് എല്ലാം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ക്ലാസ് ചാർജ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇന്നത്തെ നമ്മളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു ക്ലാസ് ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. വെറുതെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ഒരു ക്ലാസ് ടീച്ചർ. കുട്ടികളുടെ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും വലിയ പങ്ക് വഹിക്കുന്ന ഒരു വഴികാട്ടിയാണ് ക്ലാസ് ടീച്ചർ. ഒരു നല്ല ക്ലാസ് ടീച്ചർ എങ്ങനെയായിരിക്കണം, അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. ഒന്നാമതായിട്ട് സ്നേഹവും കരുതലും ഉള്ളവരായിരിക്കണം. കുട്ടികൾക്ക് സുരക്ഷിതത്വവും അംഗീകാരവും അനുഭവപ്പെടണം ആ ടീച്ചറിന്റെ അടുത്ത്. ഓക്കെ, ഒരു പുഞ്ചിരിയും ഒരു പ്രോത്സാഹനത്തിന്റെ വാക്കും കുട്ടിയുടെ ആത്മവിശ്വാസം വളർത്തുന്ന ഒന്നാണ്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ കഴിവുകൾ എന്താണെന്നും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ കാണാം. ഓക്കെ, എല്ലാവർക്കും വേർതിരിവില്ലാതെ ഒരേ പരിഗണനയും ഒരേ അവസരവും നൽകുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളോടും രക്ഷിതാക്കളോടും സഹപ്രവർത്തകരോടും തുറന്ന് സംസാരിക്കാനും വ്യക്തമായി സംസാരിക്കാനും ഉള്ള കഴിവ് ഉണ്ടാവണം. ഓക്കെ, കുട്ടികൾ എപ്പോഴും അധ്യാപകരെ അനുകരിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് സമയനിഷ്ഠയാണ്, രണ്ടാമത്തത് ഉത്തരവാദിത്ത ബോധമാണ്, മൂന്നാമത്തത് മാന്യമായ പെരുമാറ്റമാണ്. നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മളുടെ ഓരോ പ്രവർത്തനം, നമ്മളുടെ ഓരോ ചലനങ്ങളും അവർ നമ്മളെ ഒരു മോഡലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കുട്ടികളുടെ ചെറിയ നേട്ടങ്ങളെ പോലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓക്കെ, അതിനൊപ്പം തന്നെ അഭിനന്ദിക്കുകയും ചെയ്യണം. ഇനി ഒരു നല്ല ക്ലാസ് ടീച്ചർ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പുസ്തകം പഠിപ്പിക്കുന്നത് മാത്രമല്ല, നല്ല മനുഷ്യരാവാനും നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ 1998 ഒരു അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചത്. എൻ്റെ ഫസ്റ്റ് സ്കൂളിലെ മക്കളുടെ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. മക്കൾക്കെല്ലാം നമ്മളോട് വലിയ സ്നേഹമാണ്. അവർക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും, നമ്മൾക്കാണ് ഓർമ്മയില്ലാത്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം കുട്ടികളാണ് എന്നുള്ള ബോധത്തോടെ അവരോട് ഇടപഴകുക. അപ്പോൾ നിങ്ങൾ ജീവിതാവസാനം വരെ അവരുടെ മനസ്സിൽ കുടികൊള്ളുന്ന, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, കുടികൊള്ളുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറും. അപ്പോൾ ഒരു നല്ല ക്ലാസ് ടീച്ചറായിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.